ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. 1 കപ്പ് തണുത്ത പാൽ കൂടി നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സ്ട്രോബെറി നമുക്കിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. സ്ട്രോബെറി നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്നും കുറച്ച് ഭാഗം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മുഴുവനായിട്ട് ഇപ്പോൾ തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ച സ്ട്രോബെറി കൂട്ടിലേക്ക് ബാക്കിയുള്ള തണുത്ത കട്ടയാക്കിയ പാൽ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സ്ട്രോബെറി ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്ട്രോബെറി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.